ഒരു ബിരിയാണി തിന്നാൻ പള്ളയെ പൈക്കുന്നല്ലോ. ബിരിയാണി തിന്നാൻ പൈക്കേ? അങ്ങനെ ഒരു പൈപ്പുണ്ടോ? ആ, കയ്യിലുള്ള പൈസ ബിരിയാണിക്കോട്ട് തികയേയില്ല. എൻ്റെ അടുത്ത് ഇപ്പൊ എത്ര റുപ്യ ഉണ്ട്? നുള്ളി പെറുക്കി ഒരു 100 റുപ്യ ഒക്കെ ഉണ്ടാവും. അപ്പൊ എൻ്റെ പൈസ എനിക്ക് പള്ളയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും ബിരിയാണിക്കൊന്നും കാണുന്നില്ലായിരുന്നു. എന്നാ വേണ്ട. അല്ല ഇപ്പം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പൂതി ഉണ്ട് കേട്ടോ. എന്നാലും നിങ്ങൾ പാലങ്ങാട്ടേക്ക് പോരി, 90 റുപ്യക്ക് ബിരിയാണി ഇടുന്ന ഒരു കട ഉണ്ടാവും. 90 റുപ്യക്ക് ബിരിയാണിയോ? അത് ചിലപ്പോൾ കോഴി കൂടി എത്രേ ഉണ്ടാവും. എൻ്റെ ഈ പേട്ടപ്പള്ള നിറയാനേ അത് എമ്പാടുണ്ടാവും. അതെ, അൺലിമിറ്റഡ് ആണ്. എന്നാ പിന്നെ ബിഡി വണ്ടി പാലക്കാട്ടേക്ക്. പാലക്കാട്ടേക്കല്ല കാക്കി, പാലങ്ങാടാണ്. പേട്ടായാലും വേണ്ടിയില്ല, പോവുക. പള്ളയെ കാളിയിട്ടൊരു ഒഴിവില്ല. കുട്ടിയേട്ടൻസ് ഫുഡ് പാർക്ക്. എനിക്കല്ലേ പള്ളയെ പൈക്കുന്ന പറഞ്ഞേ? വേമ്പാ നിൽക്കി നല്ലോണം പൈച്ചോട്ടെ, എന്നാലേ തോൻ തിന്നാനാവും. നേരാ, അൺലിമിറ്റഡ് റൈസാ. ഹോ, വല്ലാത്ത ജാതി തന്നെ നിങ്ങൾ. എന്നെ കൊണ്ട് പിടിച്ചിക്കാനാകേലട്ടോ. മോനെ 3 ബിരിയാണി കേട്ടോ. അൺലിമിറ്റഡ് തന്നെ ആയിക്കോട്ടെ. അതേ, ഇവരൊരു സ്ഥാപനം നടത്തുകയാണ്, ഇന്ന് തന്നെ പൂട്ടിക്കരുത്. ഓല് തിന്നോട്ടേന്ന്, ഓലെ പള്ള നിറയുന്നതല്ലേ നമ്മളെ സന്തോഷം. മോനെ, ഇത്ര റൈസ്. ഇച്ചിരി കൂടി ഒന്ന് എണീറ്റ് കുത്തിരുന്നാളി. കൊപ്പര ചാക്കിലാക്കും പോലെ ആക്കണ്ട. പള്ള നിറഞ്ഞില്ലേ? ഓ, മോനെ, എല്ലാരും 90 ഇവിടെ വെച്ചിക്കേ. വമ്പം ബിരിയാണി കേട്ടോ. ഒരു ചോറും ഒരു മീനും തിന്നുന്ന പൈസയേ ഉള്ളൂ. പിന്നെ അല്ലാണ്ട് നാളെയും ഇവിടെ തന്നെ വരാം.